ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്ന ബിഗ് ബേബിന്റെ 9th എപ്പിസോഡിന്റെ പ്രമോ ആണ്. അടുത്ത എന്താവും എല്ലാവരും ഭയങ്കര ആറുമായിട്ടിരിക്കുമല്ലേ. അപ്പോഴാ ഓർത്ത് പ്രമോ തന്നെ നോക്കുന്നു, മലയാളത്തിൽ നോക്കിയാലോ. അപ്പൊ അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആകത്തില്ലേ. ബേബിന്റെ 9th എപ്പിസോഡിന്റെ പ്രമോ പോയി നോക്കിയാലോ. അലൻ ജെഫിനോട് പറയും എല്ലാരും നന്നായിട്ട് കളിച്ചെന്ന് തോന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജെഫ് എന്ത് ചെയ്യും, നോട്ടി ബോയ് ക്ലോസ് ആയിട്ട് എന്നിട്ട് വെക്കും, ഇനി മുതൽ ഞാൻ അലന്റെ ബോയാന്ന് പറഞ്ഞോട്ടേന്ന്. ഓ മൈ ഗോഡ്, ഇവർ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൂച്ച കലവടക്കെന്ന് പറഞ്ഞ സത്യമല്ല. ഇത് കേട്ടതും ഭയങ്കര ഷോക്കായി. നമ്മളും അതുപോലെ തന്നെ അല്ലനും. ഇവൻ സഡൻ ആയിട്ട് ചോദിക്കുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അടുത്ത സീൻ കാണിക്കുന്നത് ബീറ്റിനെയും കുറിച്ച് പിള്ളേരെയാണ് കാണിക്കുന്നത്. ഈ പിള്ളേർക്കൊക്കെ എത്ര രൂപയാണെന്ന് കൂടെ നിൽക്കുന്ന ആളോട് ബീറ്റ് ചോദിച്ചോണ്ട് അയാൾ പറയും 30 മില്യൺ ആണെന്ന് പറയും. സംഭവം എന്തോന്ന് അറിയത്തില്ല. ഈ സ്പോട്ടിലോട്ട് പെട്ടെന്ന് നമ്മുടെ ബേബ് വന്നിട്ട് പറയും, ഈ കാര്യങ്ങളെല്ലാം നിനക്കറിയല്ലേടാ, ഇതിനെല്ലാം കാരണക്കാരൻ നീയല്ലേ, നീ അറിഞ്ഞുകൂടാണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബീറ്റിനെ അടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നതാണ്. എന്താണെന്ന് കാത്തിരുന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചാർലിയും ജെഫും കൂടെ സംസാരിക്കുന്നതാണ്. ജെഫ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് സങ്കടപ്പെട്ടിട്ട് പറയും, ബേബിന്റെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, ഞങ്ങളുടെ രണ്ടുപേരും ജീവിതം ഇതിലാണ് ഇരിക്കുന്നത് എന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്നത്. ഇവൻ ലോക്കായി കിടന്നിടത്തുനിന്ന് വരുമ്പോ എന്തെങ്കിലും ട്വിസ്റ്റുമായിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ മെയിൻ ലീഡ്സിനെയാണ്. ചാർലിയാണ് ബേബിന് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയും, അടുത്ത് എന്തോ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇതെല്ലാം ശരിയാക്കാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് മാത്രമേ എനിക്കറിയാന്ന് ഭയങ്കര ഫീൽ ചെയ്ത് പറയാം. എന്തുവാന്ന് അറിയത്തില്ല, ഇനി പവറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് അറിയില്ല. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ബേബും എതിർ ടീമുമായിട്ട് റേസ് ചെയ്യുന്നതാണ്. ബേബാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിക്കും, പക്ഷെ അവനിപ്പോ പഴയ പോലെ പവർ ഒന്നും ഇല്ലല്ലോ. എന്തുതന്നെയല്ല, ജെഫ് നേരത്തെ ഫ്യൂച്ചർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കാർ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത്. അത് നമ്മുടെ ബേബിനാണോ എന്ന് അറിയില്ല, ഇങ്ങനെ മുന്നേ നിർത്തിയിരിക്കുകയാണ്. കാർ റേസ് ചെയ്യുന്നത് നോക്കി നമ്മുടെ വില്ലൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് കാറാണ് ആദ്യം വരുന്നത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇങ്ങനെ നിൽക്കുന്നത്. റെഡ് കാർ ആരോ ഓടിക്കുന്നതൊന്നും മോഹം കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ റെഡ് കാറിനകത്തുള്ളത് ചിലപ്പം ചാർലി ആയിരിക്കും. ബേബിന്റെ പവർ എല്ലാം ചാർലിക്ക് കിട്ടിയില്ല, അപ്പൊ ചാർലിനെ വെച്ച് മത്സരിപ്പിക്കുവാണോ അയ്യോ ഒന്നും അറിയത്തില്ല. ഭയങ്കര കൺഫ്യൂഷൻ. ഇതിനെക്കാട്ടിയൊക്കെ എനിക്ക് ടെൻഷനായി എന്താന്ന് വെച്ചാൽ പ്രമോയുടെ ഇടയ്ക്ക് വേറെ എന്തോ ഒരു ഇന്റിമേറ്റ് സീൻ കാണിച്ചു. ഒന്ന് ബേബാന്നറിയാം, കൂടുള്ള ആരാന്നറിയത്തില്ല. മിററിൽ കാണിച്ചിട്ട് ചാർലിയാണോ വേറെ ആരെങ്കിലും ആണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിൽ മൊത്തത്തിൽ ഒന്ന് ക്ലാഷ് ചെയ്ത് കാണിച്ചിട്ട് അവര് പ്രമോ അങ്ങ് നിർത്തി. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അയ്യോ ഞങ്ങളുടെ BP കൂട്ടിയിട്ട് നീയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുവാണല്ലേടാ. ഇങ്ങനെയുള്ള പ്രമോ കണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ പ്രമോ ഇവിടെ നിർത്തിയേക്കാം. പ്രമോ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തതുപോലെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യുക. ഈ സംഭവം എങ്ങനെയുണ്ട്, കൊള്ളാമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ ഇനി പുതിയതായിട്ട് ഇറങ്ങുന്ന സീരീസിന്റെ ഒക്കെ പ്രമോയിൽ നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ.